സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സോഫ്റ്റ്വെയർ ആണ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത്. ഒരു അഡോബ് എന്ന് പറഞ്ഞ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫോട്ടോസിനെ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോപ്പാണ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് വരച്ചോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോഗ്രാഫ്സിനെ എഡിറ്റ് ചെയ്തൊക്കെ നമുക്ക് ഉപയോഗിക്കും. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇമേജുകളെ കളർ മാറ്റുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡിസൈൻ പരമായിട്ടാണെങ്കിൽ വിസിറ്റിംഗ് കാർഡ്, താങ്ക്സ് കാർഡ്, അതുപോലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒരു സ്റ്റുഡിയോ റിലേറ്റഡ് വർക്കുകൾ, അല്ലെങ്കിൽ പ്രിന്റിംഗ് വർക്കുകൾ, ഒരു ചരമക്കോളം, അല്ലെങ്കിൽ വെഡിങ് കാർഡ്, താങ്ക്സ് കാർഡ്, ബ്രൗഷർ, ഡിസൈൻ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഇപ്പം ഫ്ലെക്സ്, ഹോർഡിങ്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളെല്ലാം ഫോട്ടോഷോപ്പിലാണ് ഡിസൈൻ ചെയ്ത് വരുന്നത്. ഈവൻ ലോഗോ, മാഗസീൻ, അങ്ങനെ ഉം എല്ലാ തരത്തിലുള്ള ഡിസൈൻ്റെ എലമെന്റ്സ് എല്ലാം കവർ അപ്പ് ചെയ്യുന്നത് ഫോട്ടോഷോപ്പ് നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ സ്റ്റുഡിയോ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വരുന്ന എല്ലാ കാര്യങ്ങളും, പാസ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഫ്രെയിം, കലണ്ടർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസൈൻ പരമായിട്ടുള്ള എല്ലാം ഫോട്ടോഷോപ്പിലാണ് കൈകാര്യം ചെയ്യുന്നത്. അതിനകത്ത് ആദ്യം കാണിച്ചിരിക്കുന്ന പലതരത്തിലുള്ള വേർഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റാർട്ടിംഗ് വേർഷൻ 1 ആയിരുന്നു. ഞാൻ ആദ്യം ഉപയോഗിച്ചത് 5 എന്ന് പറഞ്ഞ വേർഷൻ ആയിരുന്നു. അതിപ്പോഴൊന്നും കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പാണ്. പിന്നീട് 7 ആണ് ഏറ്റവും കൂടുതൽ പിന്നീട് ഉപയോഗിച്ചൊരു വേർഷൻ. കാരണം 7 ആണ് ഇപ്പോഴും പലരും കൈകാര്യം ചെയ്യുന്ന ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ. കാരണം ഇതിനകത്ത് നോട്ടീസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് മലയാളം ഫോണ്ടുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഉപയോഗിക്കാൻ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിൽ ചില്ലക്ഷരങ്ങളും ഇല്ല്, ഇണ്ട, ഇള്ള് എന്നൊക്കെ പറഞ്ഞ അക്ഷരങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെ കുറച്ചുകൂടി കംഫർട്ട് സോണിൽ ഉപയോഗിച്ചിരുന്നത് 7 എന്ന് പറഞ്ഞ വേർഷനിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഇട്ടാലും പലരും പല സ്റ്റുഡിയോയിലും ഡിസൈൻ സ്റ്റുഡിയോയിലൊക്കെ ഫോട്ടോഷോപ്പിലെ 7ന്റെ കൂടെയും കൂടി വേർഷൻ അവർ യൂസ് ചെയ്യാറുണ്ട്. സോ ഒന്നിന് കൂടുതൽ വേർഷൻ നമുക്ക് വേണമെങ്കിൽ ഒരു സിസ്റ്റത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഫോട്ടോഷോപ്പിൽ വരാറില്ല. പിന്നെ ഫേമസ് ആയ വേർഷനാണ് CS3 എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് 2021 ലേറ്റസ്റ്റ് വേർഷൻ 24. ഓക്കെ, 21 ഉപയോഗിച്ചെന്ന് വെച്ചാൽ വലിയ വ്യത്യാസമില്ല. ഞാൻ ഉപയോഗിക്കാൻ കാരണം കുറച്ച് അധികം സ്ട്രെയിൻ ഇല്ലാതെ ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് 21 തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഗ്രാഫിക് ഡിസൈനിങ് മേഖലയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് അളവുകളെ കുറിച്ച് നല്ലൊരു ഐഡിയ നമുക്ക് വേണം. ഇതിനകത്ത് നമുക്കൊരു കേസാണ് സ്റ്റാമ്പ് സൈസ്. കണ്ടുണ്ടാവും സ്റ്റാമ്പ് സൈസ് എന്ന് പറഞ്ഞാൽ. സ്റ്റാമ്പ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്പോർട്ട് സൈസിനേക്കാളും ചെറിയ രീതിയിലുള്ള സ്റ്റാമ്പിന്റെ വലുപ്പമുള്ള ഫോട്ടോനെയാണ് സ്റ്റാമ്പ് സൈസ് എന്ന് പറയാം. അതിന്റെ ഒരു അളവ് കൂടെ കൊടുത്തിട്ടുണ്ട്. 1.5 സെന്റിമീറ്റർ, 2.5 സെന്റിമീറ്റർ. അതിന്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി എത്രത്തോളം വേണം. പ്രിന്റിംഗിൽ നമ്മൾ എപ്പോഴും പ്രിന്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും മിനിമം 300 റെസൊല്യൂഷൻ ഇട്ടാണ് ക്ലാരിറ്റിയിൽ അടിക്കുക. അതിന് DPI എന്ന് പറയും, പിക്സൽ പെർ ഡെപ്ത്. ആ ഇത് വരുന്നതാണ് ഡെൻസിറ്റി. പിന്നെ കളർ മോഡ് ചോദിക്കുന്നുണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് 3 കളർ മോഡാണ് വരുന്നത്: RGB, CMYK, പിന്നെ അതുപോലെ ഗ്രേ സ്കെയിൽ എന്ന് പറയും. ഗ്രേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് വരിക. RGB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്, ഗ്രീൻ, ബ്ലൂ. CMYK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയാൻ, മെജന്ത, യെല്ലോ, ബ്ലാക്ക്. അതാണ് CMYK പ്രിന്റ് എന്ന് പറഞ്ഞാൽ. അതായത് സൈസ്, എണ്ണം, ഫ്ലെക്സ്, ഇങ്ങനെയൊക്കെ വരുന്ന കേസുകളിലൊക്കെ CMYK ആയിരിക്കും വരാം. അല്ലാത്ത നോർമൽ കേസിലൊക്കെ റെഡ്, ഗ്രീൻ, ബ്ലൂ ആയിട്ടുള്ള RGB കളർ ആയിരിക്കും വരാം. പിന്നെ അത് സൈസുകളെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ അളവുകൾ ഞാൻ ഇതിനകത്ത് മെഷർമെന്റ് ചെയ്തിരിക്കുന്നത്. അതിലൊന്നാണ് സ്റ്റാമ്പ്. പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലിയ സൈസ് ആയിരിക്കും. ഡീഫോൾട്ട് ഫോട്ടോ, അതായത് നമ്മുടെ പണ്ടത്തെ ക്യാമറയിൽ ഫിലിം ഇട്ടുള്ള ഫോട്ടോ നമുക്ക് പ്രിന്റ് അടിച്ച് ചെയ്യുമ്പോൾ ഒരു ആൽബത്തിൽ ഇങ്ങനെ അപ്പുറം ഇപ്പുറം നമുക്ക് പേപ്പർ കയറ്റി വെക്കണ പോലെ ഫോട്ടോ വെക്കാറുണ്ട്. സാധാ സ്റ്റിൽ ക്യാമറയിൽ വരുന്ന ഇമേജ് സൈസ് ആണ് 6:4 എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് വിസിറ്റിംഗ് കാർഡ്. അത് 9x5 സെന്റിമീറ്റർ, അതായത് വിഡ്ത്ത് 9, ഹൈറ്റ് 5 സെന്റിമീറ്റർ വരുന്ന സാധാ നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള വിസിറ്റിംഗ് കാർഡ് എന്ന് പറഞ്ഞ വരുന്നതാണ് അടിക്കുന്നത്. നമുക്ക് വിസിറ്റിംഗ് കാർഡ് നമ്മൾ ഒരെണ്ണം ആയിരിക്കില്ല അടിക്കാം, മിനിമം 500, 1000 ഒക്കെ അടിക്കാം. അപ്പൊ അത് എണ്ണം കൂടുതലായതുകൊണ്ടാണ് നമുക്ക് CMYK കളർ മോഡിൽ അത് വരുന്നത്. CM എന്ന് പറയുമ്പോൾ സിയാൻ, മെജന്ത, യെല്ലോ, ബ്ലാക്ക്. ബ്ലാക്കിന്റെ K ആണ് B എന്ന് പറഞ്ഞ് നമ്മൾ മീൻ ചെയ്യുന്നത്. ബിക്ക് ഓൾറെഡി ബ്ലൂ യൂസ് ചെയ്തതുകൊണ്ട് രണ്ടാമത് B യൂസ് ചെയ്യാതെ ബ്ലാക്കിന്റെ K ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. സോ സിയാൻ എന്ന് പറയുന്നത് സ്കൈ ബ്ലൂ, മെജന്ത, യെല്ലോ നിങ്ങൾക്കറിയാം. ബ്ലാക്കിന്റെ K ആണ് അവർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇത് എണ്ണം കൂടുതലുള്ളതൊന്നും നമ്മൾ അടിക്കുന്ന ഓഫ്സെറ്റ് പ്രിന്റേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടാണ് അടിക്കുന്നത്. ലേസർ അടിച്ചു കഴിഞ്ഞാൽ എണ്ണം കുറവായിരിക്കും, സൈസും പ്രൈസും കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് അവർ ഉപയോഗിക്കുന്നത് ഓഫ്സെറ്റ് എന്ന് പറയും. അത് മെഷീനിലോട്ട് അടിച്ചു വിടുന്നു. അതിനകത്ത് പ്രിന്റ് അടിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ, കളർ വേണോ, രണ്ട് സൈഡ് കളർ വേണോ, അതിന്റെ കട്ടിങ്, ലാമിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഓഫ്സെറ്റിൽ മെഷീൻ തന്നെ ആയിരിക്കും എല്ലാം ചെയ്യുന്നത്. സോ അതുകൊണ്ട് മെഷീൻ കട്ടിങ്ങിൽ എഡ്ജസ് എറർ വരാതിരിക്കാനായിട്ട് നമ്മൾ 9.5 എന്ന് പറഞ്ഞ മെഷർമെന്റിലായിരിക്കും ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ അളന്ന് നോക്കുവാണെങ്കിൽ വിസിറ്റിംഗ് കാർഡിൽ 9.5 ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് കൊടുക്കുന്ന സമയത്ത്, അതായത് വിസിറ്റിംഗ് കാർഡ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു 0.5 അഡീഷണൽ ഇടണം. അല്ലെങ്കിൽ എഡ്ജസിൽ വരുന്ന മൊബൈൽ നമ്പറിന്റെ അറ്റം, അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു കല്യാണ ചെക്കൻ്റെ താങ്ക്സ് കാർഡ് ആണെങ്കിൽ അതിന്റെ കൈയുടെ ഭാഗമൊക്കെ അല്ലെങ്കിൽ എഡ്ജൊക്കെ കട്ടായി പോകാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ നമുക്ക് ഒരു 0.5 പോയിന്റ് ഉള്ളിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. അപ്പൊ എഡ്ജ് കട്ടായി പോയാൽ നമുക്ക് വേസ്റ്റേജ് വന്നാലും
നമ്മുടെ മാറ്റർ പോകില്ല. അതായത് ഇപ്പോൾ മൊബൈൽ നമ്പറൊക്കെ ആണെങ്കിൽ 10 പകരം ഒരു നമ്പർ കട്ടായി പോയിട്ട് 9 ഉള്ളെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അടിക്കുന്നത് 1000 ഒക്കെ ആയിരിക്കും. സോ അത്രയും മിസ്റ്റേക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് സൈസിൽ അഡീഷണൽ ഇട്ടിട്ടായിരിക്കും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. പിന്നെ വരുന്ന താങ്ക്സ് കാർഡ്, കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ആ സമയത്തും ഈ കാർഡുകൾ നമുക്ക് കൊടുക്കാറുണ്ട്. അതാണ് താങ്ക്സ് കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ വരുന്നതാണ് എന്ത്, ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഈ ടിവിയുടെ ഒക്കെ മുകളിൽ ഫോട്ടോ ഫ്രെയിം ഒക്കെ വെക്കുമ്പോൾ അതിന് ഉപയോഗിക്കുന്നതാണ് 5x7. ഇത് ഇഞ്ചിലാണ് വരുന്നത്. RGB ആണ്, 300 റെസൊല്യൂഷൻ ആണ്. A4 എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എഴുതാൻ ഉപയോഗിക്കുന്ന എക്സാം ഷീറ്റ് A4 സൈസ് ആണ്. അത് നമുക്ക് ഫോട്ടോഷോപ്പിൽ യൂസ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറഞ്ഞ രീതിയിലാണ് വരിക. അത് 8.5 to 11 ഇഞ്ചിലായിട്ടായിരിക്കും വരിക. പക്ഷെ ആക്ച്വൽ A4 സൈസ് എന്ന് പറയുന്നത് 12x8 ആണ്. അത് 12-ന് പകരം 11-നും 8-ന് വരെ 8.5. അതായത് പുറത്തുള്ള മെഷർമെന്റ് ആയതുകൊണ്ട് അവരുടെ സൈസിലാണ് ഫോട്ടോഷോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ രീതിയിൽ വരുന്നത്. ഓക്കെ. അടുത്ത് വരുന്ന A3 സൈസ് എന്ന് പറയുന്നത്. A3 സൈസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, സോറി 12x18. അതായത് 2 A4 കൂടി ചേരുന്ന സൈസ്. അതായത് ഒരു കലണ്ടറിന്റെ ഒക്കെ ഒരു വലിപ്പം വരും. അതാണ് A3 സൈസ് എന്ന് പറയാം. പിന്നെ A3 എക്സ്പ്രസ് സൈസ് ഉണ്ട്. അതായത് നമ്മൾ ഈ A3ലേക്ക് നമ്മൾ വിസിറ്റിംഗ് കാർഡ് ഒക്കെ ഇടുമ്പോൾ കുറച്ച് ഭാഗം തള്ളി പുറത്തോട്ട് വരും. അപ്പൊ നമുക്ക് വേസ്റ്റേജ് ഒരു 4-5 കോപ്പി എക്സ്ട്രാ വരുന്നതുകൊണ്ടും അവർ ഏറ്റവും കൂടുതൽ എന്താണ് A3 എക്സ്പ്രസ് സൈസിൽ അടിച്ചത് കറക്റ്റ് സൈസിലോട്ട് മാച്ച് ചെയ്തായിരിക്കും അവരെടുക്കുന്നത്. അങ്ങനെ വരുന്നതിനാണ് A3 എക്സ്പ്രസ് സൈസ് എന്ന് പറഞ്ഞ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്ന ഫ്ലെക്സ്, അത് 6x4 ഇഞ്ചിൽ 300 റെസൊല്യൂഷനിലാണ് CMYK കളർ പ്രിന്റിൽ പ്രിന്റ് അടിക്കുക. പിന്നെ പലതരം പ്രിന്റിംഗ് ടൈപ്പുകളുണ്ട്. ഇപ്പൊ സ്റ്റിക്കറൊക്കെ ഇപ്പൊ നമ്മ എവിടെയെങ്കിലും ഒട്ടിക്കാനുള്ള സ്റ്റിക്കർ, ഇപ്പൊ CD എന്നൊക്കെ പണ്ട് കല്യാണ ആൽബത്തിനൊക്കെ അടിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് വിനൈൽ പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിക്കർ കിട്ടും, വിളിച്ചു കളയാം, ഒട്ടിക്കാം. അങ്ങനെയുള്ളതിനാണ് വിനൈൽ പ്രിന്റ് എന്ന് പറയാം. ഫ്ലെക്സ് നമുക്ക് ഓൾറെഡി നമുക്കറിയാം, ഈ കല്യാണപ്പറമ്പിലും അവിടെയൊക്കെ നമുക്ക് ഓരോ സ്ഥലത്ത് ഇപ്പൊ ഇത്ര പേര് ജയിച്ചു, ആത്മോദരങ്ങൾ എന്നൊക്കെ പറഞ്ഞൊക്കെ വരുന്ന ഗ്രീറ്റിംഗ്സ് വരുന്ന സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ ഫ്ലെക്സ് ആയിട്ടായിരിക്കും അടിക്കുന്നത്. ഹോർഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹോർഡിങ്സ് കണ്ടിട്ടുണ്ടോ? ഹോർഡിങ്സ് ഈ നമ്മുടെ എന്താണ് ഹൈവേയിലൊക്കെ പോകുമ്പോൾ ഇതുപോലുള്ള ബോർഡുകൾ കാണാൻ പറ്റും. അവിടെ എയർപോർട്ടിലൊക്കെ പോകണ വഴിക്കൊക്കെ ഇങ്ങനത്തെ കാണാൻ പറ്റും. ഈ സാധനമാണ്. കാണുന്നുണ്ടോ? കാണാവോ? ഹോർഡിങ്സ് എന്ന് പറയും. ഇങ്ങനെ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ചില ബിൽഡിങ്ങുകളുടെ മുകളിലും കണ്ടോ അങ്ങനെയൊക്കെ ഹൈവേയിലൊക്കെ ഇങ്ങനെ കിടപ്പുണ്ടാവും. അതിന് പ്രിന്റിംഗ് ക്വാളിറ്റി കൂടുതലായിരിക്കും, പ്രൈസും കൂടുതലാണ്. ഹോർഡിങ്സ് എന്നാണ് അതിന് പറയാം. ലൈറ്റും കൂടി ഉണ്ടാവും. ഫ്ലെക്സിൽ അങ്ങനെ ആരും ലൈറ്റ് വെക്കില്ല. പിന്നെ പ്രൈസും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. സ്ക്വയർ ഫീറ്റിന് 24, ഇത് 32 റേറ്റ് വരുന്നത്. പിന്നെ വരുന്ന ലൈറ്റ് ബോർഡ്. ലൈറ്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ പണ്ട് STD ബൂത്തിന്റെ ഉള്ളിൽ ബൾബ് ഇട്ട് കഴിയുമ്പോൾ പുറത്തോട്ട് വെട്ടം കിട്ടുന്ന രീതിയിലുള്ള നമ്മുടെ എല്ലാ കടകളുടെ ഫ്രണ്ടിൽ പേര് എഴുതി വരുന്ന ആ ഒരു സാധനമില്ലേ ലൈറ്റ്, അതായിരിക്കും ലൈറ്റ് ബോർഡ് എന്ന് പറയുന്നത്. ഫ്ലെക്സിൽ നമുക്ക് ഉള്ളിൽ വെട്ടോട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ലൈറ്റ് ബോർഡ് എന്ന് പറഞ്ഞ മെറ്റീരിയലായിരിക്കും ചെയ്യുന്നത്. ഓക്കെ ആണോ? കാണിക്കണോ റെഫറൻസ്? ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ വരുന്നതാണ് പ്രിന്റിന്റെ ടൈപ്പിലാണ് 3 വരുന്നത്: ലേസർ, ഓഫ്സെറ്റ്, സ്ക്രീൻ പ്രിന്റ്. ലേസർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രിന്റ് അടിക്കുന്നതാണ് ലേസർ പ്രിന്റ് എന്ന് പറയാം. ഓഫ്സെറ്റ് പ്രിന്റ് എന്ന് പറഞ്ഞാൽ എണ്ണം കൂടുതൽ, നമ്മൾ നേരത്തെ പറഞ്ഞ വിസിറ്റിംഗ് കാർഡ്, താങ്ക്സ് കാർഡ്, ബ്രൗഷർ, മാഗസീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിക്കുന്നത് ഓഫ്സെറ്റ് പ്രിന്റ് ആയിരിക്കും. സ്ക്രീൻ പ്രിന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ, മഗ്, ടീഷർട്ട് അല്ലെങ്കിൽ പില്ലോ അങ്ങനെയൊക്കെ അടിക്കുന്നതാണ്. ഇപ്പൊ ഈ ഫുട്ബോൾ കളിക്കാരൊക്കെ അവരുടെ കമ്പനി ലോഗോ ഒക്കെ വെച്ചിട്ട് നമുക്ക് അടിക്കുന്ന കണ്ടിട്ടില്ലേ? അങ്ങനെ അടിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ ചില ഗ്രീറ്റിംഗ്സിന് വേണ്ടി ചില ചെക്കനും കപ്പിൾസിന്റെ ഫോട്ടോസ് കപ്പില് പ്രിന്റ് അടിച്ചിട്ട് നമ്മൾ ബർത്ത്ഡേക്കൊക്കെ വിഷ് ചെയ്യാനായിട്ട് കൊണ്ട് കൊടുക്കാറുണ്ട് കൊളീഗ്സ് ഒക്കെ. അപ്പൊ അങ്ങനത്തെ ഒക്കെ രീതിയിൽ വരുമ്പോൾ സ്ക്രീൻ പ്രിന്റിന്റെ ടൈപ്പ് വരും. ലാമിനേഷൻ എന്ന് പറഞ്ഞ പ്രിന്റിന് അടിച്ചതിന് ശേഷം അതിന്റെ മുകളിൽ കോട്ടിങ് വരുന്നുണ്ട്. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്താൽ തന്നെ അതിനെ വെള്ളം ഒഴിച്ചാൽ ആവൂല. കാരണം അതിന്റെ മുകളിലൊരു ഗ്ലോസി കോട്ടിങ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ലാമിനേഷൻ വരുന്നത്. കാരണം ഗ്ലോസി ലാമിനേഷൻ വരുന്നുണ്ട്, മാറ്റ് വരുന്നുണ്ട്, മെറ്റാലിക് വരുന്നുണ്ട്. ഗ്ലോസി ആണ് കോമൺ ആയിട്ട് തിളക്കം വരുന്ന രീതിയിൽ വരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാവരും മാറ്റിലോട്ട് മാറി. കാരണം ഈ ഗ്ലോസി കുറെ നാൾ ഉപയോഗിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ വിസിറ്റിംഗ് കാർഡൊക്കെ 1000 രൂപ അടിച്ചിട്ട് ചിലപ്പോൾ 1 മാസം കൊണ്ട് 10-50 ഒക്കെ പോയിട്ടുണ്ടാവുള്ളൂ. ബാക്കി ഇങ്ങനെ ഇരുന്ന് ഡാമേജ് ആയി പോകും. അപ്പൊ ആ ലാമിനേഷൻ നമുക്ക് റിസ്ക് കൂടുതലാണ്. അപ്പൊ മാറ്റ് ലാമിനേഷൻ കുറെ നാളത്തേക്ക് നിന്നോളും. മനസ്സിലായോ? അതാണ് മാറ്റ് ലാമിനേഷൻ. മെറ്റാലിക് എന്ന് പറഞ്ഞാൽ ഗ്ലോസിനേക്കാളും കുറച്ചും കൂടി തിളക്കം കൂടിയതാണ്. മെറ്റാലിക് പോലത്തെ ഒരു ഫിനിഷ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതൊക്കെയാണ് ഇതിനകത്ത് ഫോട്ടോഷോപ്പിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. പിന്നെ അഡോബ് എന്ന് പറഞ്ഞ കമ്പനിയാണത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ നോട്ട് ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ടേക്കാം. സോ ഫോട്ടോഷോപ്പിന്റെ ക്ലാസ്സിന് ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഇനി നമുക്ക് അടുത്തറിയേണ്ടതാണ് ഫോട്ടോഷോപ്പിന്റെ UI എന്ന് പറയും. UI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഇന്റർഫേസ്. നമുക്ക് ഇത് തുറന്നു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും കാണുന്നത്, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു
ടോപ്പിക് ആണ് യൂസർ ഇന്റർഫേസ് അഥവാ UI എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് ആദ്യം മെനൂസ് ആയിരിക്കും വരാം, പിന്നെ ഓപ്ഷൻസ് ബാർ, പിന്നെ ടൂൾസ് മെനു, ലെയേഴ്സ്, സ്റ്റാറ്റസ് ബാർ അല്ലെങ്കിൽ പ്രോഗ്രസ് ബാർ, രണ്ടും ഒന്ന് തന്നെയാണ്. ആ രണ്ട് ഐറ്റംസ് ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ അത് വർക്ക് സ്പേസ് എന്ന് പറഞ്ഞ സാധനം കൂടി ഉണ്ട്, അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. ഞാൻ സോഫ്റ്റ്വെയറിൽ നേരിട്ട് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ PS എന്ന് എഴുതിയിരിക്കുന്ന അഡോബ് ഫോട്ടോഷോപ്പ് 2021 ഈ വേർഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓപ്പൺ ചെയ്യാം, വെയിറ്റ് ചെയ്യാം. ഇതാണ് അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് കുക്കുകളുടെ പടമാണ് കൊടുത്തിരിക്കുന്നത്. 2021 വേർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കറന്റ്. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ ഡിസൈൻ എന്നുള്ള രീതിയിൽ നമുക്കൊരു ഗുണം വരുന്നത്, നമുക്ക് ഇതിനകത്ത് നമ്മൾ റെൻഡർ ചെയ്യുന്ന ഇമേജ് ഔട്ട്പുട്ടിനെ കുറച്ചുകൂടി ക്ലാരിറ്റി കൊടുക്കാനായിട്ട് നമുക്ക് ഈ സാധനം നമുക്ക് വളരെയധികം സഹായിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഒരു ഔട്ട്പുട്ട് എടുത്തു, 2 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുത്തത്. ഇപ്പൊ സ്കെച്ചപ്പ് ആയിക്കോട്ടെ, മാക്സ് ആയിക്കോട്ടെ, അതിനകത്ത് വരുന്ന ചെറിയ ഭിത്തിയുടെ കളർ പോരാ, അതിനകത്ത് കളർ ഇത്തിരി കൂടിപ്പോയി, അല്ലെങ്കിൽ വേറെ കളറിലോട്ട് മാറ്റണം, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ സ്റ്റെയിൻ വന്നിട്ടുണ്ട്, ചെറിയ ഡാമേജ് ഉണ്ട്, കമ്പനിയുടെ പേര് കൊടുക്കണം. അങ്ങനെയുള്ള ഒരു ഫൈനൽ ടച്ച് എന്ന് പറയുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ മെത്തേഡ്സിനാണ് ഫോട്ടോഷോപ്പിനെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടിലേക്ക് നമ്മളെ സഹായിക്കുന്നത്, ഇന്റീരിയർ ഡിസൈൻ ബേസ്ഡ് ആയിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ. പിന്നെ നമുക്ക് നമ്മുടെ ഒരു വർക്കൊക്കെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പോർട്ട്ഫോളിയോ, ബയോഡാറ്റ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിസിറ്റിംഗ് കാർഡ് അതൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം ഫോട്ടോഷോപ്പിലാണ് ഡിപ്പെൻഡബിൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനി ഇങ്ങനെ ഇരിക്കും നമ്മുടെ വെൽക്കം സ്ക്രീൻ വരുന്നത്. ഇതിനകത്ത് ആദ്യം വരുന്നതാണ് ന്യൂവും ഓപ്പൺ. അതിനെ കൂടെ ഫയലിനുള്ളിലും ന്യൂ ഓപ്പൺ അവൈലബിൾ ആണ്. ബേസിക്കലി ബോത്ത് ആർ സെയിം. ഇവിടെ നിന്ന് എടുക്കുന്ന അതേ സാധനം തന്നെയാണ് ഇവിടെ ന്യൂ കൊടുത്താലും കിട്ടുക. ബേസിക്കലി ബോത്ത് ആർ സെയിം. ഇതിനകത്ത് നമുക്ക് പറഞ്ഞു പലതരത്തിലുള്ള മെഷർമെന്റുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം എല്ലാ മെഷർമെന്റും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. A4, A3, കസ്റ്റം സൈസ്. കസ്റ്റമർ നമ്മുടെ ഇഷ്ടത്തിന് അഡീഷണൽ വരാനായിട്ട്. ഇനി ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോന് വരുന്ന ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ്, A3, A4, അല്ലെങ്കിൽ പ്രിന്റിൽ തന്നെ വരുന്ന A5, ടാബ്ലോയിഡ്, B4, B5, A5 എന്നൊക്കെ പറഞ്ഞു എല്ലാ മെഷർമെന്റ്സും. പിന്നെ ഒരു പെയിന്റിങ് ക്യാൻവാസിൽ വരാനുള്ളത്, അല്ലെങ്കിൽ വെബിന്റെ ബാനർ, വെബ്സൈറ്റിലൊക്കെ ഉപയോഗിക്കാനുള്ള ബാനർ സൈസ്, അല്ലെങ്കിൽ ഒരു മൊബൈൽ ആണെങ്കിൽ 2021 വരെ ഇറങ്ങിയുള്ള ഐഫോൺ വരെയുള്ള എല്ലാ ടാബ്ലറ്റുകളുടെ ഇതിന്റെ, ഈവൻ സ്മാർട്ട് വാച്ചിന്റെ വരെ വാൾപേപ്പർ ക്രിയേറ്റ് ചെയ്യാൻ, ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനവും ഇതിനകത്ത് ഓൾറെഡി അവർ മെഷർമെന്റിൽ കൊടുത്തിട്ടുണ്ട്. സോ അത്രയും പ്രൊഫഷണൽ ആണ്. ഓക്കെ, പിന്നെ സിനിമയിൽ തിയേറ്ററിൽ ആഡൊക്കെ വരികയാണെങ്കിൽ 4K തിയേറ്ററിലൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള റെസൊല്യൂഷൻ ഇവിടെ ഇമേജ് കൊടുത്താൽ നമുക്ക് ഇന്റർവെല്ലിന്റെ ടൈമിലൊക്കെ പരസ്യം കാണിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് വേറെ വരുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രിന്റില് A4 സൈസ് നമ്മൾ എടുത്തു. അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഇവിടെയാണ് നമ്മുടെ അളവുകളൊക്കെ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കി എല്ലാ തരത്തിലുള്ള മെഷർമെന്റ്സ് ഇവിടെ കൊടുക്കാൻ പറ്റും. പിക്സൽ, ഇഞ്ച്, മില്ലിമീറ്റർ, അല്ലെങ്കിൽ സെന്റിമീറ്റർ, പോയിന്റ്, എല്ലാ മെഷർമെന്റ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്കിപ്പോൾ 6.4 ഇഞ്ച് വേണമെങ്കിൽ ഇഞ്ച് എടുക്കാം. വിഡ്ത്ത് നമുക്ക് ഇവിടെ 6 കൊടുക്കാം, അതിന്റെ ഹൈറ്റ് 4 കൊടുക്കാം. സോ നമുക്ക് അതിനകത്ത് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ പോർട്രേറ്റ് ആയിരിക്കും. സോ പോർട്രേറ്റ് ഉള്ള ലാൻഡ്സ്കേപ്പ് ആണ് വിഡ്ത്ത് വരുന്നത്. തിരിച്ചാണ് വേണ്ടി ഇങ്ങനെ കൊടുക്കാം, അപ്പൊ തിരിച്ചു വരും, 4.6 വരും. ഇങ്ങനെ ഓടിക്കുമ്പോൾ 6.4 വരും. അത് ഓട്ടോമാറ്റിക് സ്വിച്ച് ആവുന്നുണ്ടോ. സോ ഇനി A4 വേണമെങ്കിൽ A4 ക്ലിക്ക് ചെയ്താൽ A4ന്റെ സൈസിലോട്ട് വരും. അതിന് ഇഞ്ചിലോട്ട് ആയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 11.8 എന്ന് പറഞ്ഞ അളവിലോട്ടായിരിക്കും അത് വരിക. അതിന്റെ ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റ് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും. റെസൊല്യൂഷൻ എപ്പോഴും നമ്മൾ വരച്ചോണ്ടിരിക്കുമ്പോൾ 300 തന്നെ കൊടുത്തേക്കാം, നോ അതർ ചേഞ്ചസ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ മോഡിനെ കുറിച്ചാണ്. അതിനകത്ത് 3 ഉണ്ട്: ഗ്രേ സ്കെയിൽ, RGB, CMYK. ഗ്രേ സ്കെയിൽ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സ് മാത്രമേ വരത്തുള്ളൂ. അടുത്ത് വരുന്നത് RGB, റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് പറഞ്ഞ 3 കോമ്പിനേഷൻ കളേഴ്സ് ആണ്. CMYK എന്ന് പറയുമ്പോൾ 4 ഉണ്ട്: സിയാൻ, മെജന്ത, യെല്ലോ, ബ്ലാക്ക്. നമുക്ക് കേട്ട് പരിചയമുണ്ട്, നമ്മുടെ പണ്ടത്തെ പ്രിന്റേഴ്സുകളിൽ സാധാരണ കാട്രിഡ്ജ് ആണ് വന്നിരുന്നത്. അതിൽ 3 കളേഴ്സും ഒരു ബ്ലാക്കുമാണ്, ബ്ലാക്കും വന്നിരുന്നത്. അതായത് RGB എന്ന് പറഞ്ഞാൽ റെഡ്, ഗ്രീൻ, ബ്ലൂവിന്റെ ഒരു കാട്രിഡ്ജും പിന്നെ തൊട്ടടുത്തൊരു ബ്ലാക്ക് കാട്രിഡ്ജ്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാണ് നമുക്ക് പെയിന്റ് അടിച്ച് പ്രിന്ററിൽ വന്നിരുന്നത്, അല്ലെ? കാട്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് സാധാ പ്രിന്റ് അടിച്ചിരുന്നത്. ഇപ്പോഴത്തേലും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ബ്രദറിന്റെ ഒക്കെ ഒരു ലാപ്ടോപ്പ് എടുക്കുക, ഒരു പ്രിന്റർ എടുക്കുവാണെങ്കിൽ അതിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അത് സൈഡിലൊരു ടാങ്ക് പോലെ വെച്ചിട്ട് അതിനകത്ത് മഷി ഒഴിക്കുന്ന ഒരു ടൈപ്പാണ്. അതിനകത്ത് 4 കളേഴ്സാണ് വരുന്നത്. അതിനാണ് സിയാൻ, മെജന്ത, യെല്ലോ, ബ്ലാക്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ഈ RGB, CMYK ഞാൻ പറഞ്ഞു സൈസ്, എണ്ണം, ടൈപ്പ് ഓഫ് പ്രിന്റ്, സ്റ്റിക്കർ, വിനൈല്, അല്ലെങ്കിൽ സ്ക്രീൻ പ്രിന്റ്, ഓഫ്സെറ്റ് പ്രിന്റ്, നമ്പർ ഓഫ് പ്രിന്റേഴ്സ്, സൈസ്, അങ്ങനെയൊക്കെ ഓരോന്ന് വരുമ്പോഴാണ് CMYK വരുന്നത്. അതല്ലാതെ വരുന്ന നോർമൽ കേസുകൾ എല്ലാത്തിലും RGB വരാം. ഇപ്പോൾ സ്റ്റുഡിയോ റിലേറ്റഡ് വർക്കുകളെല്ലാം RGBയിലാണ് പോവുക. പക്ഷെ ഒരു പ്രിന്റിങ് സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വരുന്ന ഡിസൈൻ എല്ലാം CMYK ഇപ്പൊ നമുക്ക് ഒരു ഡിസൈൻ ചെയ്യണം.
അതെനിക്ക് പ്രിന്റ് അടിക്കണ്ട, ജസ്റ്റ് സോഷ്യൽ മീഡിയയിലോ അതിലൊക്കെ അടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കളേഴ്സ് വെച്ചിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് RGB ആണ് നമുക്ക് നല്ലത്. അല്ല പ്രിന്റ് അടിക്കേണ്ടതാണ് എങ്കിൽ അത് നമ്മുടെ ഓഫ്സെറ്റും ഇതിനൊക്കെ ആശ്രയിച്ചിട്ട് നമുക്ക് CMYK ആയിരിക്കും കൂടുതൽ പ്രിന്റിങ്ങിന് ആവശ്യം വരിക. സോ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിനകത്ത് നമുക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കളർ വരച്ച് പഠിക്കാനായതുകൊണ്ട് RGB കളർ മോഡ് യൂസ് ചെയ്യും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മുടെ പുതിയ കണ്ടന്റ് എന്താണ് വേണ്ടത്, നമുക്ക് കളർ കൊടുക്കണേ കളർ കൂടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വൈറ്റ്, ബ്ലാക്ക്, ബാക്ക്ഗ്രൗണ്ട് കളർ, ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞ 3-4 മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കൊടുത്താൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും A4 സൈസിൽ വരിക. ഇതിപ്പോൾ ഹൈറ്റ് കൂടി പോർട്രേറ്റിലാണ് കിടക്കുന്നത്. ക്രിയേറ്റ് കൊടുത്ത പോർട്രേറ്റിൽ A4 സൈസിൽ ഒരു ക്യാൻവാസ് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഇതിപ്പോൾ ഇങ്ങനെ ബ്ലെൻഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് സെപ്പറേറ്റ് ആക്കാം. ഇത് നമുക്ക് നേരത്തെ കണ്ടത് ഫ്ലോട്ട് എന്ന് പറഞ്ഞ രീതിയിലാണ് കിടക്കുന്നത്. ഇതിനെ വലിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് ഫ്ലോട്ടായി, ഇത് അങ്ങനെ സ്റ്റാക്ക് എന്ന് പറയും. സ്റ്റാക്ക് ആക്കാം. അതിപ്പോൾ പുതിയത് ഇങ്ങനെ നമ്മുടെ ഓട്ടോക്കാട് പഠിക്കുമ്പോൾ കണ്ടുണ്ടോ, ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ അടക്കി അടക്കി വെക്കുന്ന പോലത്തെ ഒരു സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞ രീതിയിലാണ് അത് വരുന്നത്. അതെല്ലാം സെപ്പറേറ്റ് ആക്കണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഓരോ ഡോക്യുമെന്റ് എടുക്കുമ്പോൾ ഇങ്ങനെ ടാഗ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഫയലൊക്കെ ഓപ്പൺ ചെയ്യുമ്പോഴും കാണാൻ പറ്റും. ഞാനത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതിപ്പോൾ A4 സൈസിലാണ് നമ്മളിവിടെ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ബ്ലാങ്ക് ക്യാൻവാസ് ആണ്. ഇത് വലിച്ചിട്ട് നമുക്ക് ഇതിനകത്തൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇപ്പൊ ഞാൻ ന്യൂ എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലെ, ന്യൂവിൽ നമുക്ക് പുതിയ ക്യാൻവാസ് സൈസ് കൊടുത്തു. അപ്പൊ നമുക്ക് വേറൊരു സൈസും കൂടി ഞാൻ വീണ്ടും എടുത്തതിന് ശേഷം ക്രിയേറ്റ് ചെയ്യുവാണ് കണ്ടോ, അത് ഇതിന്റെ ഉള്ളിലാണ് കയറിപ്പോയത്. കാരണം അതിനെ ഞാൻ പറഞ്ഞു ഡോക്ക് ചെയ്ത് ഇങ്ങനെ അടക്കിയാണ് പോകുന്നത്, സ്റ്റാക്ക് പോലെ. എല്ലാം ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ആക്കണമെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുക്കാം. എപ്പോൾ വേണമെങ്കിലും കൂട്ടി യോജിപ്പിക്കുകയും ചെയ്യും. സോ അവരുടെ ഒരു അറേഞ്ചിങ് മെത്തേഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്കത് മാറ്റി മാറ്റി വർക്ക്ഔട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതാണ് കാര്യങ്ങൾ നമുക്ക് വരുന്നത്. ഇനി ഉള്ളോട്ട് വരുന്നതനുസരിച്ച് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും. ഇപ്പൊ ഫയലിൽ ന്യൂ ആണ് ഇപ്പൊ ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞത്. ഏത് സൈസ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം, സൈസിൽ സെലക്ട് ചെയ്യാം. അതിനകത്ത് മാറ്റി കൊടുക്കണമെങ്കിൽ ഏത് മെഷർമെന്റിൽ വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ വിസിറ്റിംഗ് കാർഡാണ് എനിക്ക് വേണ്ടത്. വിസിറ്റിംഗ് കാർഡ് എന്ന് പറയുമ്പോൾ ലാൻഡ്സ്കേപ്പ് ആയിരിക്കും. ഇപ്പോൾ വിസിറ്റിംഗ് കാർഡ് നമുക്ക് പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പിൽ അവൈലബിൾ ആണ്. ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ നമ്മൾ അടിച്ചു കൊടുക്കണം 9.2, ഹൈറ്റ് 5.5, 300, എണ്ണം കൂടുതൽ അടിക്കണം, CMYK ക്രിയേറ്റ്. ഇതാണ് ഒരു വിസിറ്റിംഗ് കാർഡിന്റെ സൈസ് എന്ന് പറയുന്നത്. നമുക്ക് പ്രിന്റ് അടിച്ച ഏകദേശം വിസിറ്റിംഗ് കാർഡ് വലുപ്പത്തിലായിരിക്കും ഈ പ്രിന്റിലുള്ള ഐറ്റം വരിക. അത് നമ്മുടെ പേജിൽ വെച്ചിട്ട് ഫ്രണ്ടും ബാക്കും ഇതേപോലെ തന്നെ സൈസിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അവർക്ക് കൊടുത്ത് അവര് പ്രിന്റ് അടിച്ച് എത്ര വേണോ അത്ര അടിച്ച് നമുക്ക് റെഡിയാക്കി തരും. സോ അതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇതുപോലെ നമുക്ക് സൈസുകൾ ഏത് വേണമെങ്കിലും നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മുടെ സാധാ സൈസ് കൊടുക്കുന്ന കിടപ്പുണ്ട്. ഇതിനകത്ത് നമുക്ക് ഈ കളർ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് വേണ്ട സിമ്പിൾ കളർ ആക്കണമെങ്കിൽ ക്യാൻവാസിന്റെ കളർ വേണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഡീഫോൾട്ട് ആക്കാം, ബ്ലാക്ക് ആക്കാം, ഗ്രേ ആക്കാം, മീഡിയം ഗ്രേ ആക്കാം, ലൈറ്റ് ഗ്രേ ആക്കാം, കസ്റ്റം കളർ ആയിട്ടുള്ള ഏതെങ്കിലും ബ്ലൂ ഷെയ്ഡോ വേറെ കളറിലോട്ടോ വേണമെങ്കിൽ കൊടുക്കാം. ഡാർക്ക് ഗ്രേ അല്ലെങ്കിൽ ലൈറ്റ് ഗ്രേ, മീഡിയം ഗ്രേ ഒക്കെ നമുക്ക് നല്ല ഉപകാരമുള്ള അതായത് കളർ വരുമ്പോൾ സ്ട്രെയിൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ലൈറ്റ് കളേഴ്സ് ഇട്ടിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇതാണ് നമുക്ക് 2 സൈസ് വന്നിരിക്കുന്നത്. ഇനി ന്യൂ കഴിഞ്ഞാൽ അടുത്ത് വരുന്ന സാധനമാണ് ഓപ്പൺ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഓപ്പൺ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആൽബം ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കുറെ ഇമേജ് ഒക്കെ വലിച്ചിട്ട് ഏറ്റവും നല്ല ഇമേജ് നോക്കി നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനെയാണ് ഇതിനകത്ത് നമുക്ക് എന്ത് പറയുന്നത്, ഓപ്പൺ എന്ന് പറഞ്ഞ കമാൻഡിൽ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്ത് ഏകദേശം 150-200ഓളം ഫയൽസ് വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷെ അത്രയും ഫയൽ ഓപ്പൺ ആവാനുള്ള സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഉള്ള അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ഇതിനകത്ത് എടുത്തു. ഇതിനകത്ത് ഫോട്ടോസ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 1 സെക്കൻഡ്. ഫോട്ടോസ് ഇപ്പൊ കാണാൻ പറ്റും കേട്ടോ, കുറെ ഫോട്ടോസ് ഒന്നും. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡ്രാഗ് ചെയ്ത് ഇത്രയും ഭാഗം സെലക്ട് ചെയ്യാം. പിന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള എക്സ്റ്റൻഷൻസും സപ്പോർട്ട് ചെയ്യുന്നു. നോക്കിയാണ്ട് PDP, PGP, റോ, PCT, JPG, ഇമേജ് ആയിട്ടുള്ള ഇമേജ് വീഡിയോ ആയിട്ടുള്ള ഒരുവിധം എല്ലാ എക്സ്റ്റൻഷൻസും നമുക്ക് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ചോദിക്കുവാണ് നമ്മൾ ഓട്ടോക്കാഡിൽ വരച്ചതിന് ശേഷം നോർമൽ നമ്മൾ സേവ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ എന്തായിരിക്കും? ഓട്ടോക്കാഡിൽ ഫോട്ടോഷോപ്പിൽ വരച്ചിട്ട് നമ്മൾ സേവ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ PSD ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. PSD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പിന്റെ ഡോക്യുമെന്റ് ഫയലിനെയാണ് PSD എന്ന് പറയാം. PSD ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെയർ ഉണ്ടാവും, അത്യാവശ്യം സൈസ് ആയിരിക്കും, പക്ഷെ നല്ല റിസൾട്ടിൽ നമുക്ക് കിട്ടും. അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് പടം ഞാൻ സെലക്ട് ചെയ്തു, ഓപ്പൺ ചെയ്തു. അത് മൊത്തം ഓപ്പൺ ആവാൻ കുറച്ച് ടൈം എടുക്കും. അത് പതുക്കെ ഓപ്പൺ ആയി വരുന്നത് കാണാം. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാ ഡോക്യുമെന്റ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് ഇങ്ങനെ അടക്കി ഡോക്ക്ഡ് ആയിട്ടുള്ള സിസ്റ്റം ആയിട്ടാണ് പുള്ളി വരുന്നത്.
സോ ഓക്കെ, ബട്ട് കേട്ടോ ഇഷ്ടംപോലെ ഫോട്ടോസ് ഉണ്ട്. പക്ഷെ ഇതിങ്ങനെ ഓരോന്നായിട്ട് കിടക്കുന്നത്. നമുക്ക് ഈ ഓരോ ഡോക്യുമെന്റുകളെയും നമുക്ക് സ്വിച്ച് ചെയ്യുന്നതിന് സ്വിച്ച് ഡോക്യുമെന്റ് എന്ന് പറയാം. അതിന് കൺട്രോൾ ടാബ് എന്ന് പറഞ്ഞ് കീബോർഡിൽ അടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. കൺട്രോൾ ടാബ് ആണ് അതിന്റെ ഷോർട്ട് കട്ട്. ഓരോ ഡോക്യുമെന്റ് ഇങ്ങനെ മാറി മാറി നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ഒറ്റയടിക്ക് കാണണമെന്നുണ്ടെങ്കിൽ വിൻഡോയിൽ നമ്മുടെ വർക്ക് സ്പേസ് നമുക്ക് അറേഞ്ച് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ഓക്കെ, ഫ്ലോട്ട് ഓൾ വിൻഡോസ്. ഇപ്പൊ നമുക്ക് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡോക്യുമെന്റും നിരനിരയായിട്ട് ഇങ്ങനെ വന്ന് കിടക്കണതാണ്. കണ്ടാ, നോക്കി കണ്ട, ഇത് ഓരോന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? കണ്ട, കൂടെ നേരത്തെ ഉള്ള എല്ലാ ഡോക്യുമെന്റ്സും നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ ആണോ? പിന്നെ വേണമെങ്കിൽ ചെറുതാക്കാം, മാക്സിമൈസ് ചെയ്യാം, ഫുൾ സ്ക്രീൻ ആക്കാം, ചെറുതാക്കാം, ക്ലോസ് ചെയ്യാം. നോ കൊടുത്തു കഴിഞ്ഞാൽ ക്ലോസ് ആയി പോകും. സോ ഓപ്പൺ ആക്കാനും ക്ലോസ് ചെയ്യാനും നമുക്ക് നമ്മുടെ ഈസി ആയിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഫയലിൽ നമുക്ക് ഓപ്ഷനാണ് ക്ലോസ് എന്ന് പറയുന്നത്. ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെന്റ് മാത്രം കറന്റ് ഓപ്പൺ ആയിട്ടുള്ള ക്ലോസ് ചെയ്യുന്നതിനാണ് കൺട്രോൾ ഡബ്ല്യു എന്ന് പറയാം. അതായത് കൺട്രോൾ ഡബ്ല്യു അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓരോന്നോരോന്ന് നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടോ, ഒറ്റയടിക്ക് എല്ലാം ക്ലോസ് ചെയ്യണമെങ്കിൽ ഫയലിൽ ക്ലോസ് ഓൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കൺട്രോൾ ഓൾട്ട് ഡബ്ല്യു ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡോക്യുമെന്റും ഒറ്റയടിക്ക് ഫാസ്റ്റ് ആയിട്ട് ക്ലോസ് ആയി പേടിക്കണ്ട. അതായത് അത്രയും വേഗത്തിൽ ഫയലുകൾ അത്ര എണ്ണം ഉള്ളതുകൊണ്ട് ഒറ്റയടിക്ക് ക്ലോസ് ചെയ്യുന്നതാണ് ക്ലോസ് ആൻഡ് ക്ലോസ് ഓൾ എന്ന് പറയാം. ഇപ്പൊ ന്യൂ എന്ന് പറഞ്ഞാൽ പുതിയ ഡോക്യുമെന്റ് എടുക്കുക. ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫയലുകളെല്ലാം ഓപ്പൺ ചെയ്യാം. മാക്സിമം 100 ആൻഡ് അബവ് നമുക്ക് ഡോക്യുമെന്റ് ഓപ്പൺ ആക്കാൻ പറ്റും. അതിന്റെ ടൈം അനുസരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് നമുക്ക് ഓരോന്നോരോന്ന് ഓപ്പൺ ആക്കി എടുക്കാം. ഇനി ക്ലോസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഡോക്യുമെന്റ് ക്ലോസ് ചെയ്യാനായിട്ട് കൺട്രോൾ ഡബ്ല്യു, ഒന്നിലധികം ഡോക്യുമെന്റ് ഒറ്റയടിക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ കൺട്രോൾ ഓൾട്ട് ഡബ്ല്യു എന്നാണ് പറയാം. പിന്നെ വരുന്ന സേവാസ് എന്ന് പറഞ്ഞ രണ്ട് കൺസെപ്റ്റ് ഉണ്ട്. സേവും സേവാസും അറിയാലോ എന്താ? നമുക്കൊരു ഡോക്യുമെന്റ് എടുത്തതിന് ശേഷം ആ ഡോക്യുമെന്റിൽ നമ്മൾ എന്തെങ്കിലും വരയ്ക്കുവാണെങ്കിൽ ആ വരച്ചതിനെ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ ഫയലിൽ നമുക്ക് എന്ത് ചെയ്യാം? സേവ് കൊടുക്കാം. നമുക്ക് എവിടെയാണോ എന്താണോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡെസ്ക്ടോപ്പിലേക്ക് നമ്മളൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സേവ് ചെയ്ത് എന്ത് ചെയ്തു? JPG ആണോ PSD ആണോ എന്ന് ചോദിക്കും. PSD എന്ന് പറയുമ്പോൾ ലെയറിലേക്ക് കിട്ടും, എഡിറ്റബിൾ ആണ്, ഫോട്ടോഷോപ്പിന്റെ മെത്തേഡിലേക്ക് കിട്ടും. JPG ആണെങ്കിൽ കംപ്രസ്ഡ് ആയിരിക്കും, ജസ്റ്റ് കാണാൻ പറ്റും, ദാറ്റ്സ് ഓൾ. എഡിറ്റിംഗ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ നമുക്ക് വേണമെങ്കിൽ JPG കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ JPG ആയിട്ട് നമുക്ക് കൂടെ സേവ് ചെയ്യാൻ പറ്റും. സേവ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ക്ലാരിറ്റി ചോദിക്കുന്നുണ്ട്, ക്ലാരിറ്റി ഹൈ കൊടുക്കാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ നമുക്ക് ഈ പടം നമുക്ക് സേവ് ആയി കിട്ടി. ഇനി സേവിന് പകരം നമുക്ക് സേവാസ് ആണ് വേണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു പേര് കൊടുത്തിട്ട്, അതായത് നമ്മൾ ചെയ്ത ചേഞ്ചസ് അവിടെ സേവ് എന്ന് പറഞ്ഞ ടെസ്റ്റ് കിടപ്പുണ്ട്, അതിന് പകരം നമുക്ക് പിന്നെയും മാറ്റങ്ങൾ വരുത്തുവാണ്. അല്ലെങ്കിൽ അണ്ടു അടിച്ചിട്ട് അത് കളർ ഞാൻ കുറച്ചുകൂടി മാറ്റി വേറെ കുറച്ച് മാറ്റങ്ങൾ കൂടി കൊണ്ടുവന്നു. ഇനി നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയലിന് മുകളിൽ കൂടെ കയറും. പകരം ആ മാറ്റം എനിക്ക് പുതിയൊരു ഫയലായിട്ട് കാണണമെങ്കിൽ സേവാസ് കൊടുത്തിട്ട് ടെസ്റ്റിന്റെ കൂടെ ഞാൻ 2 എന്ന് പറഞ്ഞ് സേവ് ചെയ്തു, സേവ് കൊടുത്തു. അപ്പൊ നമുക്ക് രണ്ട് ഫയലായിട്ടായിരിക്കും കിട്ടുക. കണ്ടാ എവിടെ? ടെസ്റ്റ് എന്ന് പറഞ്ഞ കിടപ്പുണ്ട്, ടെസ്റ്റ് 2 എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്ത ഫയലാണ്. ടെസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ ആ മാറ്റം അടക്കിയ ചേഞ്ചസിനോട് കൂടെ വന്ന മാറ്റം എന്താണെന്ന് നോക്കിയിട്ട് അത് പുതിയൊരു ഫയലായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ എന്തോരം വ്യത്യാസം ഉണ്ട് തമ്മിൽ എന്നുള്ളത് സേവാസ് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. സേവ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫയൽ സേവ് ചെയ്യുക, മാറ്റം കൊണ്ടുവന്നിട്ട് പുതിയൊരു ഫയലായിട്ട് നമുക്ക് സേവാസ് കൊടുക്കുന്നതിനാണ് സേവാസ് എന്ന് പറയുന്നത്. പിന്നെ സേവാസിനേക്കാളും സേവാസ് കോപ്പി കൊടുക്കണ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് എല്ലാത്തരം എക്സ്റ്റൻഷൻസും സേവാസ് കോപ്പിയിൽ വർക്ക് ചെയ്യും. സേവാസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാ എക്സ്റ്റൻഷനും എടുത്തോണമെന്ന് നിർബന്ധമില്ല. സോ സേവാസ് കോപ്പി കൊടുക്കുവാണെങ്കിൽ ആ ഒറിജിനലിന്റെ ഒരു കോപ്പി ആയിട്ടും നമുക്ക് വേറെ വേറെ എക്സ്റ്റൻഷൻ വേറെ ഇതായിട്ടും നമുക്ക് എല്ലാം സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ. അതാണ് സേവാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കുക. അടുത്ത മേടിക്കുന്നതാണ് എന്ത്? എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കൊടുക്കുന്ന ഒരു കൺസെപ്റ്റിനെയാണ് എക്സ്പോർട്ട് എന്ന് പറയാം. അതിനകത്ത് ഇമ്പോർട്ട് നല്ലതാണ്. ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സ്കാനറോ പ്രിന്ററോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്കാനറിൽ നിന്ന് നമ്മൾ സ്കാൻ ചെയ്ത ഫോട്ടോ നേരിട്ട് ഫോട്ടോഷോപ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് കൊടുക്കാം. അപ്പൊ ആ പ്രിന്ററിന്റെ പേരെന്താണ്? ഇപ്പൊ HP എന്ന് പറഞ്ഞ ഒരു സ്കാനർ ആണെങ്കിൽ ആ HP എന്നുള്ള ബാനർ ഇതിനകത്ത് എഴുതി കാണിക്കും. അപ്പൊ അത് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്കാനർ ഓപ്പൺ ആയി വരും. എന്നിട്ട് അവിടെ നമ്മൾ ഈ ഫോട്ടോ സ്കാൻ ചെയ്താൽ നേരിട്ട് ഫോട്ടോഷോപ്പിലേക്ക് വരികയും ചെയ്യും, നമുക്കത് യൂസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ട് എന്ന് പറഞ്ഞ സാധനം വരാം. പിന്നെ നമുക്ക് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വേറെ സോഫ്റ്റ്വെയറിലേക്കോ ഇല്ലുസ്ട്രേറ്ററിലേക്കോ മറ്റുള്ള സോഫ്റ്റ്വെയറിലേക്ക് കൊടുക്കാനായിട്ട് നമുക്ക് എക്സ്പോർട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫയലിന്റെ ഇൻഫർമേഷൻ പ്രിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് A4 ഒരു പേപ്പർ പ്രിന്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് കൊടുക്കുക. ആ പേപ്പറിന്റെ ഏതാണോ ടൈപ്പ് നോക്കും, പ്രിന്ററിന്റെ പേരും ജാതകവും ചോദിക്കും. ഇതിനകത്ത് കണക്റ്റഡ് അല്ല, അതുകൊണ്ടാണ് ഇത് കാണിക്കാത്തത്. ഇപ്പൊ ക്യാനൺ ആണ് പ്രിന്റർ എങ്കിൽ ആ പ്രിന്ററിന്റെ പേര് വരും. എന്നെ സെലക്ട് ചെയ്യുക, സൈസ് സെലക്ട് ചെയ്യുക, ക്വാളിറ്റി ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ കളർ വേണോ സെലക്ട് ചെയ്തിട്ട് പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് കിട്ടും. ഇത്രയുള്ള അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം.
അപ്പോൾ പിന്നെ വരുന്നതാണ് എക്സിറ്റ്. എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സോഫ്റ്റ്വെയർ കട്ടായി പോകും, പിന്നെ രണ്ടാമത് വീണ്ടും ഓപ്പൺ ആക്കേണ്ടി വരും. അതാണ് എക്സിറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഫയൽ മെനുവിൽ മെയിൻ ആയിട്ട് വരുന്ന കാര്യം. ബിഫോർ സ്റ്റാർട്ടിങ് ഫയൽ മെനു നമുക്കൊരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ യൂസർ ഇന്റർഫേസിനെ കുറിച്ചൊരു ഐഡിയ തന്നില്ല. യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഓരോ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാണ്. ഒന്നുമില്ല, അതിനകത്ത് ഒന്നാമത്തെയാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ ഒരു സെക്ഷൻ വിളിക്കുന്നതാണ് ഫയല്, എഡിറ്റ്, ഇമേജ്, ലെയർ എന്നൊക്കെ പറഞ്ഞാൽ മെനു ബാർ എന്ന് തന്നെ വിളിക്കുക. അതോടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മെനൂസ് ഫ്രം ഫയൽ ടു ഹെൽപ്പ്, മെനൂസ് എന്നാണ് അതിനെ വിളിക്കുക. ഫ്രം ഫയൽ മെനു, എഡിറ്റ് മെനു, ഇമേജ് മെനു, ലെയർ മെനു എന്ന് പറഞ്ഞുകൊണ്ട് മെനു സെക്ഷൻ ആയിട്ടാണ് നടക്കുന്നത്. ഫ്രം ഫയൽ തൊട്ട് ഹെൽപ്പ് വരെ അതിനകത്ത് നമുക്ക് മെനൂസ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെയാണ് ഓപ്ഷൻസ് ബാർ എന്ന് പറയുന്നത്. ഓപ്ഷൻസ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൂൾ ബോക്സിന്റെ സെറ്റിങ്സ് എല്ലാം അതിനകത്തായിരിക്കും വരിക. ഫോർ എക്സാമ്പിൾ നമുക്ക് കുറച്ച് ടൂൾ മൂവ് ടൂൾ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ബാർ പോലെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഈ ബാറിനെ വിളിക്കുന്ന ഓപ്ഷൻസ് ബാർ എന്ന് പറയും. ഈ മുകളിൽ കാണുന്ന ഫയലും എഡിറ്റ് അല്ല, അതെല്ലാം എപ്പോഴും ഉണ്ടാവും. അതിന്റെ പേരാണ് മെനൂസ് എന്ന് പറയാം. അതിന്റെ താഴെ വരുന്ന ഈ സെക്ഷനെയാണ് ഓപ്ഷൻസ് ബാർ എന്ന് പറയാം. അപ്പൊ നമുക്ക് വിൻഡോ എടുത്തു കഴിഞ്ഞാൽ അത് ഓപ്ഷൻസ് എന്ന് പറയുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ആയി പോകും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു എൻ്റർ അടിച്ചാൽ മതി, ഓട്ടോമാറ്റിക് അത് വരും. വീണ്ടും എൻ്റർ അടിച്ചാൽ പിന്നെ പോകില്ല. നമുക്ക് രണ്ടാമത് വീണ്ടും അവിടെ നിന്ന് ഡിസേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഓപ്ഷൻസ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഓപ്ഷൻസ് ബാർ എന്നാണ് പറയുന്നത്. നമ്മൾ ഇവിടെ എടുക്കുന്ന ടൂൾ ബോക്സിൽ ഓരോ ടൂൾസ് മാറ്റുന്ന അനുസരിച്ച് അവിടെ മുകളിലുള്ള സെറ്റിങ്സ് മാറി കളിക്കുന്നതാണ്. കാരണം ഇതിന്റെ സെറ്റിങ്സ് അനുസരിച്ചാണ് ഇവിടെ മുകളിലുള്ള കാര്യങ്ങൾ മാറുന്നത്. അത്രയും കാര്യങ്ങളാണ് അത് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത് വരുന്ന സംഭവം ഓപ്ഷൻസ് ബാർ കഴിഞ്ഞാൽ വരുന്നതാണ് ടൂൾസ് എന്ന് പറയുന്നത്. ഇതിനകത്താണ് ടൂൾസ് എന്ന് പറയാം. ടൂൾസിനെ നമുക്ക് ചെറുതാക്കാനും വലുതാക്കാനും പറ്റും. അതിനകത്ത് നമുക്കുണ്ട് ചെറുതാക്കാം, വലുതാക്കാം. അതായത് ചെറുതാക്കലിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഇമേജസ് ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഏരിയ വർക്ക് സ്പേസിൽ വരാൻ വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ കണ്ടാം എക്സ്പാൻഡ് ചെയ്യാം, ചെറുതാക്കാം, കണ്ടാം. നമുക്ക് ഒരാവശ്യമുള്ള സ്ഥലം മാത്രം എളുപ്പത്തിൽ എടുക്കുകയും എളുപ്പത്തിൽ വർക്കൗട്ട് ചെയ്യുകയും ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ഇന്റർഫേസിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ പേരാണ് അപ്പോൾ ടൂൾ ബോക്സ് എന്ന് പറയുന്നത്. ഓപ്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വരുന്നതാണ് ടൂൾ ബോക്സ്. അത് കഴിഞ്ഞ് വരുന്നതാണ് ഈ ഒരു ബ്ലാക്ക് ഗ്രേ കളറിലുള്ള ഈ സാധനം. ഇതിനാണ് നമുക്ക് വർക്ക് സ്പേസ് എന്ന് പറയാം. നമുക്ക് മോഡലും ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് എഡിറ്റ് ചെയ്യുന്നത് ഈ സ്പേസിലൂടെയാണ്. ഇതാണ് വർക്ക് ഫയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഒന്നാമത് വർക്ക് ഫയലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിനകത്ത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമുക്ക് വിൻഡോയിൽ ലെയേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം. ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലെയർ മാനേജർ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. എന്താണ്, ഓട്ടോകാഡിലൊക്കെ നമുക്കറിയാം ലെയേഴ്സ്, ബ്ലോക്ക്, ലൈൻ വെയിറ്റ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് ലെയേഴ്സിലാണ് ലൈൻ വെയിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറ്. സോ അതിനു വേണ്ടി തന്നെയാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. ലെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ഓരോ മോഡൽ ചെയ്യുമ്പോൾ ലെയറിൽ ഓരോന്നോരോന്ന് ഇട്ടിട്ട് അറേഞ്ച് ചെയ്ത് അതിൻ്റെ ഓരോ ഫ്രണ്ട് വേണോ ബാക്ക് വേണോ ലെഫ്റ്റിലോട്ട് പോകണോ നീങ്ങണോ അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ ലെയറിൽ ഇട്ടിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുക. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് നിയന്ത്രിക്കണമെങ്കിൽ ലെയേഴ്സ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ലെയറിന്റെ ഷോർട്ട് കട്ടാണ് F7 എന്ന് പറയും. F7 അടിച്ചാൽ നമുക്ക് ലെയേഴ്സ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. ഇത്തരം കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇതാണ് ഫയൽ മെനു എന്ന് പറഞ്ഞ ഐറ്റം. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത് നമുക്ക് വരുന്നത് ഇന്റർഫേസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് വിൻഡോവും തന്നെയുണ്ട്, ടൂൾസും അതുപോലെ തന്നെ ഓപ്ഷൻസ് ബാർ എടുക്കാനുള്ള ഓപ്ഷൻ. അതായത് വിൻഡോ മെനു ചെന്ന് കഴിഞ്ഞാൽ ടൂൾസും ഓപ്ഷൻസും ഇവിടെ കാണാം. ഇതാണ് ലെയേഴ്സ് എന്ന് പറഞ്ഞ F7 എന്ന് പറഞ്ഞ ഐറ്റം. ഓക്കെ. പിന്നെ സ്റ്റാറ്റസ് ബാർ. സ്റ്റാറ്റസ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്യുമെന്റ് എടുത്താൽ ആ ഡോക്യുമെന്റിന്റെ ഇൻഫർമേഷൻ എല്ലാ ഡോക്യുമെന്റ് തന്നെ ഉണ്ടാവും. നോക്കിയേ, 8.267 ഇഞ്ച് ഇൻറ്റു 11.693 ഇഞ്ച് 300 റെസൊല്യൂഷൻ, 60.67 എന്ന് പറഞ്ഞ റെസൊല്യൂഷനാണ് ഇപ്പോൾ സൂമായി കിടക്കുന്നത്. പിന്നെ ഇവിടെ മുകളിൽ താഴെ അതിൻ്റെ ഇൻഫർമേഷൻ സ്കെയിൽ പോലത്തെ ഒരു ഐറ്റം കിടപ്പുണ്ട്. മുകളിൽ അതിന്റെ പേര് കിടപ്പുണ്ട്. ഒരു ഡൗട്ട്. ചോദിക്കും. ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ആ സ്റ്റാറ്റസ് ബാർ വരുന്നില്ലല്ലോ, ഒരു വൈറ്റ് സ്ക്രീൻ മാത്രമാണല്ലോ വരുന്നത്. എങ്ങനെയാണ് ഓപ്പൺ ചെയ്തപ്പോൾ ഈ താഴെയുള്ള ഈ സാധനം വന്നില്ല? ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അറിയാൻ പറ്റില്ല. അത് ഇങ്ങനെ എങ്ങനെയാ കിടക്കുന്നത് സ്ക്രീനിൽ? അതായത് സ്റ്റാറ്റസ് ബാറിലല്ല, വൈറ്റ്, ബ്ലാക്കില് വൈറ്റ് മാത്രം. അത് കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യുന്ന വെച്ചോ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ജസ്റ്റ് ഓപ്പൺ ചെയ്യുവാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജിമ്മിന് എടുത്തു, ഫോട്ടോസ് എടുത്തു. ഏതെങ്കിലും ഒരു ഫോട്ടോ ഞാനിപ്പോ ചുമ്മാ ഞാൻ സെലക്ട് ചെയ്തു, ഓപ്പൺ ചെയ്തു. ആ ഫോട്ടോ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ മുകളിലുള്ള ഈ പോയിന്റിനെ താഴത്തോട്ട് വലിക്കുക. അപ്പൊ നമുക്ക് ചെറിയ ഡിറ്റാച്ച് ആയി കിട്ടില്ലേ? ഡിറ്റാച്ച് ആയി കിട്ടിയതിന് ശേഷം ഇതിന്റെ താഴെ ഇവിടെ അടിയിൽ കാണാൻ പറ്റും 66.67% സൂമിംഗ് ആണ്, 21.33 ഇഞ്ചും 13.33 ഇഞ്ചും 90 റെസൊല്യൂഷനും. ഇതിന്റെ പേര് ഇതാണ്, JPG ആണ്, RGB കളർ മോഡാണ്, 8 ബിറ്റ് ആണ്. സോ എല്ലാ ഇൻഫോർമേഷനും ഈ
ക്യാൻവാസിൽ തന്നെ താഴെ കൊടുത്തിട്ടുണ്ടാവും. കണ്ടോ, ഇവിടെ താഴെ അതിന്റെ മെഷർമെന്റ്സ് കൊടുത്തിട്ടുണ്ട്, സൂമിങ് കിടപ്പുണ്ട്, പേരും അതിന്റെ റെസൊല്യൂഷൻ RGB ആണോ CMYK ആണോ 8-bit ആണോ എന്നുള്ളതൊക്കെ ഈ ഫോട്ടോകൾ അനുസരിച്ച് എല്ലാ ഫോട്ടോയിലും അതിന്റെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവും. ഇതിനകത്ത് അളവിലും കാര്യങ്ങളിലൊക്കെ ഓരോ ഇമേജിനും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഓക്കെ പുതിയ ഡോക്യുമെന്റ് ഓക്കെ വേറെ ഒന്നുമില്ല, കാരണം അതിനകത്ത് വേറെ സൈസോ കാര്യങ്ങളോ ഡ്രോയിങ്ങോ ഒന്നും വരച്ചിട്ടില്ല. A4 സൈസ് ആണെങ്കിൽ A4 സൈസ് ഇത്രേ വരുള്ളൂ, അത് വേറെ ഒന്നുമില്ല. പിന്നെ അതിനകത്ത് കൊടുക്കുന്ന അനുസരിച്ചല്ലേ ഡീറ്റെയിലും കാര്യങ്ങളും സൈസൊക്കെ വേണ്ട. അപ്പോൾ 300 റെസൊല്യൂഷൻ, A4 സൈസ്, ഇത്ര സൂമിംഗ് ആണ്, നോർമൽ ആണ്, ഫയൽ ഉണ്ട്, RGBയിലാണ് ചെയ്തിരിക്കുന്നത്. CMYK ആണെങ്കിൽ CMYK ആയിരിക്കും, പ്രിന്റ് അടിക്കുമ്പോൾ മാറി വരും. അപ്പൊ അതനുസരിച്ച് RGBയിലും CMYKയിലും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ആ ഇൻഫോർമേഷൻ എല്ലാം കാണിച്ചിരിക്കുന്നത് ഇതാണ്, അതിനാണ് സ്റ്റാറ്റസ് ബാർ എന്ന് പറഞ്ഞത്. പണ്ടത്തെ വേർഷനിൽ താഴെ ഒരു ബാർ പോലെ ആയിരുന്നു കിടന്നിരുന്നത്, അതുകൊണ്ടാണ് ആ പേര് വരാൻ കാരണം. ഇപ്പൊ അത് എന്താണ്, ഇൻബിൽറ്റ് ആയിട്ടായിരിക്കും ഇമേജിന്റെ കൂടെയും കണ്ടന്റിന്റെ കൂടെയും പേര് വരുന്നത്. അതുകൊണ്ട് അതിന് വരുന്നത് സ്റ്റാറ്റസ് ബാർ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, ഡൗട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ മറ്റേ എല്ലാം കൂടി ഒരുമിച്ച് എടുക്കാന്ന് പറഞ്ഞില്ല, അതായത് എത്ര അത് ഇമേജസ് ഓപ്പൺ ഫയല് ചെയ്യുന്നു? ഓപ്പൺ, അല്ല, വിൻഡോസ് ആ വർക്ക് സ്പേസ്. ആ വർക്ക് സ്പേസിൽ നമുക്ക് എത്ര വേണോ എണ്ണം ഇവിടെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കാം. ഓപ്പൺ ആക്കിയതിന് പക്ഷെ ശേഷം അതിന് നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ടായിരിക്കും കിടക്കുക. അതിന് നമുക്ക് നോർമലായിട്ട് ഷോർട്ട് കട്ടിന് സഹായത്തോടെ ചെയ്യണമെങ്കിൽ കൺട്രോൾ ടാബ് അടിക്കണം. കൺട്രോൾ ടാബ് അടിച്ചുകൊണ്ടിരുന്ന ഓരോരോ ഇമേജുകൾ ഇങ്ങനെ ഓപ്പൺ ആയി വരും, കണ്ടോ? അല്ല, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വരണമെങ്കിൽ വിൻഡോയില് വർക്ക് സ്പേസിനകത്ത് അല്ല സോറി അറേഞ്ചില് ഇവിടെ ഫ്ലോട്ട് ഓൾ വിൻഡോസ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പടങ്ങളും നോക്കി നിരന്ന് തന്നെ ഉണ്ടോ. ഇത് കൺട്രോൾ ടാബ് അടിച്ചാൽ ഓരോരോ പടങ്ങൾ ഇങ്ങനെ മാറി മാറി കാണാൻ പറ്റും, കണ്ടാ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. ഇനി ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ Ctrl+W, ഒറ്റയടിക്ക് എല്ലാം ക്ലോസ് ചെയ്യണമെങ്കിൽ Ctrl+Alt+W, എല്ലാം പോയി, കണ്ടാ? ഓക്കെ. പിന്നെ ഇത് ഇമേജസിന്റെ കൂടെ കിടക്കണ്ട, ഇത് തുടക്കത്തിലേ ഒന്ന് കിടക്കും, നമ്മൾ ലാസ്റ്റ് ഓപ്പൺ ആക്കിയ ഫയലല്ലേ ഇവിടെ കിടക്കും, കാരണം പെട്ടെന്ന് എടുക്കാനായിട്ട് ഓട്ടക്കടി കണ്ടിട്ടില്ലേ, അതുപോലെയാണ് ഇതും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഈ പടങ്ങളൊന്നും വേണ്ട, എനിക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഫയലില് റീസെൻഡ് ചെയ്ത് നമ്മുടെ എല്ലാ ഫയലും 17 എണ്ണം കിടപ്പുണ്ട്, ക്ലിയർ കൊടുക്കുക, ഓട്ടോമാറ്റിക്കായി എല്ലാം ക്ലിയർ ആയി. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, ഞാനിതൊന്ന് ബ്രേക്ക് എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ടൂൾസിലോട്ട് കിടക്കാം. ഓക്കെ, ആ വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്യാം. തിയറി കഴിഞ്ഞു, പിന്നെ സോഫ്റ്റ്വെയറിലോട്ട് കിടക്കാം. 1 സെക്കൻഡ്.